മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൽ വഹാബ് 25 ലക്ഷം രൂപ കോഴ വാങ്ങി KMML ജോലി നൽകാമെന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിൻ്റെ പുകില് അതിന് രാവിലെ മുതൽ കാണുകയായിരുന്നു. ഒരുപാട് ആളുകൾ അതിൻ്റെ ക്ലിപ്പും വാർത്തയുമൊക്കെ എനിക്ക് അയച്ചു തരികയുണ്ടായി. നിങ്ങളുടെ നാടല്ലേ, അറിയാവുന്ന പ്രദേശമല്ലേ, വാസ്തവമാണോ സത്യമാണോ എന്നതൊക്കെ ചോദിച്ച്. വഹാബുക്കായെ എനിക്ക് നന്നായി അറിയാം. വഹാബുക്കായെ സംബന്ധിച്ചിടത്തോളം KMMലും ജോലിയേക്കാളൊക്കെ ഉപരി മക്കത്ത് ഹജ്ജിന് കൊണ്ടുപോകാൻ ആളുകളെ ഒരുക്കിയിരുത്തി അവസാനം അവർ നാട്ടിൽ തന്നെയും വീട്ടിൽ തന്നെയും ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടതിൻ്റെ പാഠം പഠിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. ഏതായാലും ഇത്തരം ജോലി തട്ടിപ്പുകളും അതിന് കാശ് കൊണ്ട് കൊടുക്കുന്നതുമായൊക്കെ ബന്ധപ്പെട്ട് ധാരാളമായ സംഭവങ്ങൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. KMML അല്ലെങ്കിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളുള്ള നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. അവിടുത്തെ നിയമനവും അതുമായി ബന്ധപ്പെട്ട് കൈക്കൂലിയും കോഴയും കടം വായ്പും ഒക്കെ ധാരാളമായി ഞാനും കേട്ടിട്ടുണ്ട്. അകലെ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ പോലും KMMLലേക്ക് ജോലിക്ക് വേണ്ടി ഇത്ര ലക്ഷം രൂപ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കഥ അല്ലെങ്കിൽ സംഭവങ്ങൾ കേൾക്കാറുമുണ്ട്, അറിയാറുമുണ്ട്. ഇപ്പോൾ അവിടുത്തെ നിയമനങ്ങളൊക്കെ നടത്തുന്നത് സംസ്ഥാന സർക്കാർ പുതിയതായി രൂപീകരിച്ച സംസ്ഥാന പൊതുമേഖലാ സ്ഥാപന റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്, കമ്പനി നേരിട്ടല്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അഴിമതിയോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ ഇപ്പോൾ ഒട്ടും നിലവിലില്ലതാനും. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വഹാബ് എന്ന് പറയുന്ന ആളിനെ അറിഞ്ഞുകൂടാത്ത ആളല്ല ഈ കാശ് കൊണ്ട് കൊടുത്തത്. അത് കൊടുക്കുന്നതിന് മുമ്പ് പറന്നു പോകുന്ന കാക്കയോട് ചോദിച്ചാൽ പോലും ആ കാക്കയും ഈ മറുപടി പറയും. യാതൊരു മാർഗവുമില്ലാത്ത ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാത്ത തസ്തികയ്ക്ക് HR ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് പോലും ആ കമ്പനിയിലില്ല. ഈ ചവറക്കാരനും തൊട്ടടുത്ത പ്രദേശത്തുമൊക്കെ താമസിക്കുന്ന ഒരാൾക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ഇങ്ങനെ അസിസ്റ്റൻറ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രകടനവും ഇദ്ദേഹത്തിൻ്റെ ശൈലിയും അതൊരു പ്രത്യേകതയാണല്ലോ. ഈ തട്ടിക്കുന്നവർ വലിയ വമ്പൻ സ്റ്റൈലെടുപ്പും രൂപവും ഭാവവുമൊക്കെയാണ് കാണിക്കുന്നത്. പാവത്തങ്ങളായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് കടവാടകയ്ക്ക് ഡെപ്പോസിറ്റ് പോലും തിരിച്ചു കൊടുക്കാത്ത ചില മഹാന്മാരും വേറെയുമുണ്ട്. ഏതായാലും ആ കൂട്ടത്തിൽ വരുന്ന ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ കുറേ ആളുകളെ ഹജ്ജ് ഗ്രൂപ്പിൽ ഹജ്ജിന് കൊണ്ടുപോകുന്നതിന് വേണ്ടി പാവത്തങ്ങളായ മനുഷ്യർ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി ഇപ്പോൾ ഹജ്ജിന് പോകുമ്പോഴത്തേക്ക് ചാപ്പാടും ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഒരുങ്ങിയിരുന്നതിന് ശേഷമാണ് പിന്നെ വിളിക്കുമ്പോൾ ആ ഊ എന്നൊക്കെ പറയുന്നത്. 1 കോടി അവിടെ കൊടുത്തു, വേറൊരാൾ അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയാണ് അന്ന് വഹാബുക്ക ന്യായം പറഞ്ഞത്. ഇതുപോലെയുള്ള ആളുകളുടെ മുകളിലുള്ളവരും കൂട്ടുകാരും കൊടുക്കുന്നവരും വേറെ തരമാകാൻ ഒരു വഴിയില്ല. എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ അയൽക്കാരനായ ഒരാൾക്ക് ഭാഗ്യവശാൽ അന്ന് പോകാത്തതിൻ്റെ കാശ് കിട്ടി. അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പേർക്ക് ഇപ്പോഴും കിട്ടാനുണ്ടെന്നാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ കയ്യിലാണ് ഇതുകൊണ്ട് കൊടുത്തത്. നീ അയാളൊന്ന് വിചാരിക്കേണ്ടത് ഒരു വളരെ പരിക്ക് പറ്റാത്ത കൊച്ചു സംഗതികളുമൊക്കെയായുള്ള വേലത്തരങ്ങളുമായി ജീവിച്ചു പോകുമ്പോൾ ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ കാശ് വാങ്ങിയിട്ട് എന്തെങ്കിലും വിറ്റ് പറക്കുകയോ മാന്യമായി അവന് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അവൻ്റെ അടുത്ത് വേല ഇറക്കുകയും അവനെ കാണിച്ചു തരാമെന്നും കൊണ്ടു കൊടുത്തവനെ മോശമാക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട പണിക്കും നാറിയ പണിക്കും നല്ല വെള്ള വസ്ത്രവും വെള്ള മുണ്ടുടുപ്പൊക്കെ ഉടുത്തുകൊണ്ട് നടന്ന് ചെയ്യാൻ പാടുണ്ടോ? അത് അന്തസ്സുള്ളതാണോ? അത് യോഗ്യമായ സംഗതിയാണോ? അതിന് വേറെന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനൊരു നാറിത്തരം ഒരാൾ കാണിക്കുമ്പോഴേക്കും അയാൾ മാത്രമല്ലല്ലോ, മക്കളും കുടുംബവും ബന്ധുക്കളും നാട്ടുകാരും അടക്കം എത്ര ആളുകളാണ് നാറുന്നത്. പക്ഷേ നാറ്റവും സുഗന്ധവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രത്യേകതയല്ല. പിന്നെ ഏത് തട്ടിപ്പ് വന്നാലും
ആ തട്ടിപ്പുകാരനെ കേന്ദ്രീകരിക്കുന്നതിന് പകരം അതിലേക്ക് കമ്മ്യൂണിസവും കോൺഗ്രസും ലീഗും ഒന്നും കൊണ്ടുവരുന്നതിൽ കാര്യമില്ല. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ പല സ്ഥലങ്ങളിൽ പ്രകടിപ്പിക്കുകയും പല പദവികളോ അത്തരം കാര്യങ്ങളോ ഒക്കെ വഹിക്കുകയും മുൻപ് വഹിക്കുകയും അല്ലെങ്കിൽ പിന്നെ വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്നതിനേക്കാൾ ഇത്രയും നാറുന്നതിന് മുമ്പ് തന്നെ അന്തസ്സായി വേറൊരു മാർഗവുമില്ലെങ്കിൽ ഒരു കിഡ്നിയെങ്കിലും വിറ്റ് ഇത് കൊടുത്ത മാനസികാഘാതത്തിൽ പെട്ടുകിടക്കുന്ന ഒരു പാവപ്പെട്ടവൻ്റെ അവസ്ഥയോർത്ത് അത് പരിഹരിക്കുകയായിരുന്നു ഈ നാറുത്തരത്തേക്കാൾ നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് ആവശ്യപ്പെട്ടതുകൊണ്ടും ചോദിച്ചതുകൊണ്ടും ഇതിൻ്റെ സത്യാവസ്ഥ വിശദീകരിച്ചു എന്നേ ഉള്ളൂ.